എന്നെ കൊണ്ട് ഇനിയും പറ്റുകയല്ല, എന്നെ കൊണ്ടാവുന്നതെല്ലാം ശ്രമിച്ചിട്ടും എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്തു വരികയല്ലേ എന്നുള്ള ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത് എങ്കിൽ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് യേശുവിൽ നിങ്ങൾ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ കുഴഞ്ഞ വിഷയങ്ങളാണെങ്കിലും അതിൽ നിന്ന് പുറത്തു വരുവാൻ ഈ ദൈവം നിങ്ങളെ സഹായിക്കും. പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു യേശുവുണ്ട്. സമൂഹം കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞ് യേശുവിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന പാപിനിയായ സ്ത്രീയെ നോക്കി നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കടന്നു വന്നവർ എല്ലാവരും മടങ്ങിപ്പോകുകയാണ്. യേശു പറയുന്നു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്. ഇന്ന് ദൈവത്തിനടുക്കിലേക്ക് കടന്നു വരുന്ന നമ്മെ സഹായിപ്പാനാണ് ദൈവിക ആഗ്രഹമെന്ന് നാം തിരിച്ചറിയണം. നശിപ്പിക്കണം, തീർക്കണം എന്ന് പറഞ്ഞ് പദ്ധതികൾ ഒരുക്കുന്ന ഒത്തിരി പേരുണ്ട്. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിൽ ആശ്രയിക്കുന്ന പ്രിയ ദൈവത്തിലെ നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ഒരു മാനപാത്രമായി ഉപയോഗിക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. ആർക്കും വേണ്ടാത്തൊരു ജീവിതമല്ല നിങ്ങളുടെ ജീവിതം. നിങ്ങളെ വില കൊടുത്തു വാങ്ങിയതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വില എന്ന് പറയുമ്പോൾ സ്വപുത്രനെ ആദരിക്കാതെ നമ്മുടെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ വിടുതലിനായി, നമ്മുടെ രക്ഷയ്ക്കായി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ ഇന്ന് ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്കൊരു പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാപമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ എനിക്ക് വിടുതലുണ്ട് എന്ന് വിശ്വസിച്ച് യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഇന്ന് പാപക്ഷമയുണ്ട്, വിടുതലുണ്ട് എന്ന് നാം മറന്നു പോകല്ല. ഇന്ന് യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതയാത്രയിൽ ശത്രുവായവന്റെ ഒരു പദ്ധതിയും നടക്കുകയല്ല. മാത്രമല്ല, ശത്രുവായവൻ നമ്മെ നശിപ്പിക്കാനായി ഒരുക്കുന്ന കെണികൾ പോലും നമുക്ക് അനുഗ്രഹമായി മാറുവാൻ പോകുകയാണ്. പല വിഷയങ്ങളിലും തീർക്കണമെന്ന ഉദ്ദേശത്തോടെ ശത്രുവായവൻ ചെയ്തതുണ്ടല്ലോ, അത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 8-28 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഈ ദൈവവചനത്തിലെ വാക്കുകൾ വിശ്വസിക്കാൻ തയ്യാറാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. മാത്രമല്ല, ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. ഇവിടെ ഈ വാക്യത്തിൽ തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ആർക്കാണ് എന്ന് പറയുന്ന ആദ്യ ഭാഗം നാം കാണാതെ പോകരുത്. അവിടെ കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നാൽ ദൈവത്തെ തിരിച്ചു സ്നേഹിക്കാൻ തയ്യാറാകുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ പോകുകയാണ്. ഇന്ന് ഈ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ തയ്യാറാണോ? യഥാർത്ഥ സ്നേഹം പാപങ്ങൾ ചെയ്യാതിരിക്കുവാൻ നമ്മെ സഹായിക്കും. ഒരു വ്യക്തിയെ യഥാർത്ഥമായി സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുവാൻ നമുക്ക് കഴിയാത്തതുപോലെ തന്നെ ഈ ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവഹിതമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ആ യഥാർത്ഥ സ്നേഹം നമ്മുടെ ജീവിതയാത്രയിൽ നാം തിരിച്ചറിയണമെന്നും ദൈവിക പ്രൊട്ടക്ഷനും ദൈവിക കരുതലും നമ്മുടെ ജീവിതയാത്രയിൽ നാം അനുഭവിച്ചറിയണമെന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ദൈവിക കരുതൽ നമുക്ക് കാണുവാൻ കഴിയണം. ഈ രീതിയിലുള്ള ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണം വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും കാണുവാൻ കഴിയും. യോസെഫ് ഒരു സ്വപ്നം കണ്ടു. എന്നാൽ ആ സ്വപ്നം തന്റെ സഹോദരന്മാരോട് പറയുമ്പോൾ ആ സ്വപ്നത്തിന്റെ നിവർത്തീകരണം ഒരിക്കലും നടക്കരുത്, അത് നടക്കാൻ പാടില്ല എന്ന ശാഠ്യത്തിൽ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം അവർ ചെയ്തുവെങ്കിലും അവർ ചെയ്തതെല്ലാം സ്വപ്ന നിവർത്തീകരണത്തിന് ചവിട്ടുപടികളായി തീർന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഷിക്കേണ്ട. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ഒരു വലിയ ദൈവപ്രവൃത്തി ദേശം കാണത്തക്ക വിധത്തിൽ നിങ്ങളിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. അത് ദേശങ്ങൾക്ക് ഒരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. ഇനി എല്ലാം തീർന്നുവെന്ന് നിങ്ങൾ പറയല്ല. കണ്ണുനീര് തുടയ്ക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്കായി കരുതുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുവെന്ന് നിങ്ങളുടെ തോളത്ത് തട്ടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിരാശപ്പെട്ട് ഇനി മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല, എല്ലാം അവസാനിപ്പിക്കാം എന്ന ശത്രുവിന്റെ ചിന്തകളെ ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് എന്റെ ദൈവം എന്നോട് കൂടെയുണ്ട്, ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും, എന്റെ ദൈവത്തിന്റെ പ്രൊവിഷൻ ഞാൻ കാണും, ദൈവിക പദ്ധതികൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുമെന്ന് പറയുവാൻ തുടങ്ങണം. നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നമ്മെ കരം പിടിച്ച് വഴി നടത്തുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് മറന്നുപോകല്ല. പല സാഹചര്യങ്ങളിലും ഈ ദൈവത്തെ മറന്ന് നാം ജീവിച്ചിട്ടും ഈ ദൈവസ്നേഹം നമ്മെ തേടി വന്നില്ലേ? ഇന്നു മുതൽ ഈ ദൈവത്തെ വിട്ടൊരു ജീവിതം നമുക്കുണ്ടാകരുത്. ഈ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ കഴിവുകളിലുപരി സാഹചര്യങ്ങൾക്കപ്പുറത്ത് നമുക്ക് വേണ്ടി കരുതിയ ദൈവിക കരുതലുകൾ നമുക്ക് കാണുവാൻ കഴിയും.
ഈ ലോകത്തിന് വേണ്ടത് മിടുക്കരെയാ, കഴിവുള്ളവരെയാ. എന്നാൽ നമ്മുടെ കഴിവുകേടുകളെല്ലാം കണ്ടിട്ടും ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ, യേശുവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്തു ചെല്ലുവാൻ കഴിയും. നാം ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുന്നു എങ്കിൽ ഒരു ശത്രുവിന്റെ പദ്ധതിയും നമ്മുടെ ജീവിതത്തിൽ നടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. പ്രിയ ദൈവത്തിലെ ജീവിക്കുന്ന, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മെ ക്ഷീണിപ്പിക്കുന്ന ചൂടേറിയ ജീവിതാനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴും ഈ ദൈവവചനത്തിന്റെ തണലിൽ നാം ആകുമ്പോൾ ജീവിതയാത്രയിലെ ചൂടുകൾ നമുക്ക് തരണം ചെയ്യുവാൻ കഴിയും. ആശ്വസിപ്പിക്കുന്ന, കുളിരേകുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. എല്ലാം തീർന്നു എന്ന് ആരാ പറഞ്ഞു? ഇല്ല, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. യോസഫിനെതിരെ ദോഷം വിചാരിച്ച് യോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് ശേഷം മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞപ്പോഴും ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവിക ദർശനത്തിന്റെ നിവർത്തീകരണം യോസഫ് കണ്ടുവെങ്കിൽ ഒരു അധികാര സ്ഥാനത്ത് എത്തിയതിനു ശേഷം, അതായത് യോസഫിന് പ്രതികരിക്കുവാൻ, തിരിച്ച് തന്റെ സഹോദരന്മാരോട് പകരം വീട്ടുവാൻ സകല കഴിവും ഉള്ളപ്പോൾ യോസഫ് തന്റെ സഹോദരന്മാരോട് പറയുന്ന ഒരു ഭാഗം ഉൽപ്പത്തി 50-20 നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രിയ ദൈവത്തിലെ ഇതാകണം നമ്മുടെയും ആറ്റിറ്റ്യൂഡ്. നാം ദൈവിക നന്മകൾ കണ്ട് ദൈവിക പ്രൊവിഷനിൽ നടത്തപ്പെടുമ്പോൾ, പ്രതികരിക്കാൻ ശക്തിയും കഴിവും ഉള്ളപ്പോൾ നമ്മോട് ചെയ്തത് നമുക്ക് മറക്കുവാൻ കഴിയണം, ക്ഷമിക്കുവാൻ കഴിയണം. ദൈവിക പദ്ധതികളിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു അത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മെ എതിർത്തവരെ കൂടെ നമുക്കൊന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗം സന്തോഷിക്കുകയാണ്. പ്രിയ ദൈവത്തിലെ ഇന്ന് ഈ ചെറിയ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സാഹചര്യങ്ങളല്ല നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവം ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല, ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടുവാൻ പോകും. ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിച്ചുവെങ്കിൽ, ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് അടുത്ത് വരികയാണ്. ഇവരിന്ന് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു. ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരത്തക്ക വിധത്തിലുള്ള ദൈവിക പദ്ധതി, ദൈവിക പ്രൊവിഷൻ ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഭവിക്കട്ടെ. എന്റെ ദൈവത്താൽ ഇത് സാധിച്ചു എന്ന് പറയത്തക്ക വിധത്തിൽ ഒരു അത്ഭുതമാക്കി ഇവരെ മാറ്റുമാറാകണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകട്ടെ. സകല മാനമഹത്വം അങ്ങേക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ ഈ ചെറിയ ജീവിതം ദൈവത്തോട് ചേർന്നുള്ളതാണെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള സകല ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.